ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയൊരു സുവർണ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് മുതൽ ട്രാക്കിൽ ഇറങ്ങിയാണ്. ജൂലൈ 17 കൃത്യമായ ദിവസം ഒരു മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ജിന്ദ് സോനിപത്ത് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഈ അത്യാധുനിക ട്രെയിൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പദ്ധതിയാണ്. റെയിൽ ഗതാഗത രംഗത്തും ഹരിത ഊർജ്ജ മേഖലയിലും വലിയൊരു കുതിച്ചുചാട്ടമായി വിലയിരുത്തപ്പെടുന്നു. പതിവ് ഫോസിൽ ഇന്ധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിലാണ് ഈ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലിനീകരണമില്ലാത്തതും സ്വയം പര്യാപ്തവുമായ ഒരു ഗതാഗത സംവിധാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ഇത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും പരമ്പരാഗത ഡീസൽ സംവിധാനങ്ങളിൽ വ്യത്യസ്തമായി ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ഈ എഞ്ചിൻ കുതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൻ്റെ ഭാഗമായി പുറന്തള്ളപ്പെടുന്നത് കേവലം വെള്ളവും താപവും മാത്രമാണ്. അതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം എന്നുള്ളത് ഏറ്റവും ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലമാണ് പ്രധാനപ്പെട്ടത്. നമുക്കറിയാം 1853 രാജ്യത്തിൻ്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ നീരാവി എഞ്ചിൻ ഉപയോഗിച്ചാണ് ഓടിയത്. 173 വർഷം ചരിത്രമുണ്ട് നമ്മുടെ ദേശീയ ഗതാഗത സംവിധാനത്തിൽ. ഈ സമയത്താണ് വലിയൊരു മാറ്റം നീരാവിയിൽ ഡീസലിലേക്കും ഡീസലിൽ നിന്ന് ഇലക്ട്രിക്കലിലേക്കും ഇപ്പോൾ ഹൈഡ്രജൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലേക്കും മറ്റും എത്തി നിൽക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇതിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ തുടങ്ങിയതിന് ശേഷം 35 കിലോമീറ്റർ ദൂരമുള്ള യാത്ര 57 മിനിറ്റ് എടുത്തു പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം 210-220 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടികൾ വരെ നമുക്ക് സ്വന്തമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ ഉയരും. എന്തുകൊണ്ട് ഇത്രയും അധികം നമ്മളേതാണ്ട് 90% ലൈനുകളും ഇലക്ട്രിഫൈ ചെയ്തിട്ടും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടും ഹൈഡ്രജൻ സംവിധാനത്തിലേക്ക് പോവുക എന്ന ലക്ഷ്യം എന്തുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് പ്രധാന കാര്യമാണ്. കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ പദ്ധതികളും മാറണം, വികസനത്തിനൊപ്പം നമ്മളും ചേരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ വിദഗ്ധർ. അതായത് മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈഡ്രജൻ ട്രെയിനുകൾ നിലവിലുള്ള റെയിൽവേ ശൃംഖലയ്ക്കോ ഇലക്ട്രിക് എഞ്ചിനുകൾക്കോ പകരമല്ല. പക്ഷേ നമ്മൾ മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം നമ്മളും മാറുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ഒപ്പമാകുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.